ഹായ് ഫ്രണ്ട്സ്, ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. ഈ നോമ്പിനൊക്കെ പത്തിരി തിന്നിട്ട് മടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കി നോക്കിട്ടോ. ഭയങ്കര ടേസ്റ്റി ആയൊരു ഫുഡാണ് കേട്ടത്. ഞാനിവിടെ കുറച്ച് 2 വലിയ ഉള്ളിയും കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്. അളവ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാം അളവ് പറഞ്ഞില്ല. അപ്പോൾ അളവ് പറഞ്ഞു തരാം, കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഒരു ക്യാപ്സിക്കം, 2 ക്യാരറ്റ്, 2 സവാള എടുക്കുക. പിന്നെ ഒരു 50 ഗ്രാമൊക്കെ ഉണ്ടാവും ഗ്രീൻ പീസ്. അത്രയും എടുത്തിട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കുക. ഒരു 100-200 ഗ്രാം ചിക്കൻ എടുക്കുക. അതും നല്ല പൊരിച്ചെടുക്കുക കേട്ടോ. പൊരിച്ചെടുത്തിട്ട് എല്ലാം പൊരിച്ചെടുത്ത് 4 കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒക്കെ പൊരിച്ചൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം അതിലേക്കുള്ള മസാലപ്പൊടികൾ ഇടുക. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ വാട്ടിയെടുക്കാം. മുട്ട എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടോ, മുട്ട സെപ്പറേറ്റ് ഉടച്ച് പാരട്ടോ. ഒരു ചട്ടിക്ക് ഉടച്ച് പാർന്നിട്ട് ഒരുപാട് ലെങ്ത്ത് ഉണ്ടാവും ഞാൻ ഓരോന്നോരോന്ന് അങ്ങനെ സെപ്പറേറ്റ് കാട്ടുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുരുക്കിയത് കേട്ടോ. അപ്പോൾ മുട്ട സെപ്പറേറ്റ് ഒടിച്ച് പാർന്നതിൻ്റെ ശേഷം അല്പം കുരുമുളകും പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ വേറെ സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ. അതേമാതിരി ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ സെപ്പറേറ്റ് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുക. പിന്നെ മയോണൈസ്, പിന്നെ സോസും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് വാട്ടിയെടുത്തോളൂ കേട്ടോ. അപ്പോഴേക്കും ഒരു കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള അരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ വരുന്ന വരെയാണ് കേട്ടോ വേവിച്ചെടുത്തത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ എടുത്തത്. ഞാൻ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെള്ളം വെച്ചിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുക്കലാണ് കേട്ടോ. വെള്ളം തിളച്ചതിൻ്റെ ശേഷം അരി ഇട്ടിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുക്കലാണ്. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്തത് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ടൈമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം വിചാരിച്ചാൽ ഇങ്ങനെ അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം റൈസ് ഇട്ടതിൻ്റെ ശേഷം നമ്മളവിടെ മസാല അതിൻ്റെ മുകളിലിടുക, പിന്നെ റൈസ് ഇടുക, പിന്നെ മസാല ഇടുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി. ഇഷ്ടമായിലേക്ക് ഷെയർ ചെയ്യുക.